ഈശോയിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ വാരത്തിലൊരു ഹൃദയ വിചാരങ്ങൾ പങ്കുവയ്ക്കുകയാണ് കേട്ടോ. പ്രബോധനമായിട്ടൊന്നും നമുക്ക് കൂട്ടരുത്. ദൈവം ഒരു മനുഷ്യനെ വിളിക്കുന്നത് അയാൾ നല്ല ആളായതുകൊണ്ടോ അയാൾ പെർഫെക്റ്റ് ആയതുകൊണ്ടോ ഒന്നുമല്ല. ലോകവും ദൈവവും ഓപ്പോസിറ്റിൽ നിൽക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളെപ്പോഴും പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ നല്ല ആളാണ്, എനിക്ക് തെറ്റുകൾ പറ്റുന്നില്ല, ഞാൻ ഡീസൻ്റ് ആണ്, എനിക്ക് ഭയങ്കര ഒരു സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്, നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ നമുക്ക് ശ്രമിക്കണം. അപ്പോൾ ഒരു ജോലിക്ക് പോയാൽ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ്. നമ്മുടെ അപ്പനും അമ്മയും പോലും മക്കളേനെ ഇവൻ രക്ഷപ്പെടാൻ കുറച്ച് പ്രയാസമാണ്, ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാറുണ്ട്. അപ്പോഴാണ് ദൈവം ഈ കുറവുള്ള മനുഷ്യരെ ഇങ്ങനെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ അന്നത്തെ കാലത്ത് ഞാനിപ്പം ആ ഒരു സ്റ്റേജിലേക്ക് ദൈവം എൻ്റെ ചിന്തകളെയും ആത്മാവിനേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, ഒരു 7 വർഷം മുമ്പുള്ള യാത്രയിലേക്ക്. അപ്പം അവിടെ ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞൊണ്ടുള്ളവനാണ് ഊന്നുവടിയുടെ ആവശ്യമുള്ളൂ അല്ലേ. ആ ഊന്നുവടിയാകാനാണ് ചിലപ്പോൾ ദൈവം നമുക്കൊരു ഞൊണ്ട് തരുന്നത്. അതായത് ഊന്നുവടി എപ്പോഴും ഞൊണ്ടുള്ളവൻ്റെ കൂടെ നടക്കണം, അവനതില്ലാണ്ട് നടക്കാനേ പറ്റത്തില്ല. സോ നമ്മളുടെ കുറവുകളും പോരായ്മകളും മറന്നുകൊണ്ട് നമ്മളെ സ്വീകരിക്കുന്ന ഒരാളാണ് ദൈവം. സ്പിരിച്വാലിറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. അതായത് ദൈവം ഭൂമിയിലോട്ട് അയച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ദൈവത്തിന് അറിയാം ഈ ലോകത്തിൻ്റെ സ്വഭാവം. അപ്പോൾ അതനുസരിച്ചിട്ട് സ്ട്രഗിൾ ചെയ്യപ്പെടുന്ന രീതിയിൽ ദൈവം മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പല കാര്യങ്ങളിലും ഫിറ്റാവാത്ത ഒരാളായിരിക്കും നിങ്ങൾ, അത് ദൈവത്തിനും അറിയാം. അതായത് എൻ്റെ ലൈഫ് ജേണിയിൽ ഒരു 25 ഏജ് വരെയുള്ള യാത്രയിൽ എനിക്ക് എന്നെ തന്നെ എവിടെ ഫിറ്റ് ചെയ്യണമെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എൻ്റെ തോട്ട്, നമ്മുടെ ജീവിത രീതി നിരന്തരം പരാജയപ്പെടുന്നത്, ഒന്നും ശരിയാവാന്നില്ല. എവിടെ പോയാലും പ്രശ്നങ്ങൾ. ഒരു കമ്പ്യൂട്ടർ കോഴ്സിനൊക്കെ പോയിട്ട് എവിടെ പോയാലും പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും. നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഫോളോ ചെയ്യുന്ന പോലെയായിരുന്നു എനിക്ക്. അവസാനം ഞാൻ ഒരു സ്ഥലത്ത് അവസാനമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്തു. സാധാരണ ഒരു രീതിയിലും ഒരു പ്രൈവറ്റ് കമ്പ്യൂട്ടർ സെൻറ്ററിൽ സമരമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. ഞാൻ ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായി പോകാൻ തുടങ്ങി പഠനമൊക്കെ. അപ്പം ഞാൻ അത്ഭുതം, ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇതൊക്കെ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണോ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാതിരിക്കാം. അപ്പം പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അനാവശ്യമായിട്ടൊരു സമരം, അവിടെ എന്തിന് സമരം ചെയ്തു എന്ന് പോലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് അത് നിർത്തേണ്ടി പിന്നെയും തിരിച്ചു വരേണ്ടി വന്നു. എനിക്കത് പഠനം പൂർത്തീകരിക്കാൻ പറ്റില്ല. നിരവധിയായ കോഴ്സുകളിൽ ജോയിൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത, ഇനി കംപ്ലീറ്റ് ചെയ്ത കോഴ്സുകൾ അതിന് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് അതായത് ഒരു 100 വാതിൽ 99 വാതിൽ നമ്മുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുകയാണ്. ഈ 99നെയും നമ്മൾ മുട്ടുവാണ്. കാരണം ഏത് വാതിൽ തുറക്കുമെന്ന് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള അറിവോ കഴിവോ നമുക്കില്ല. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു കർത്താവിനെയാണ് ഈ വിശുദ്ധ വാരത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ മനുഷ്യന്മാർക്ക് കണക്റ്റ് ആവില്ല ഇതൊന്നും. അത് ഞാൻ പറയുന്നത് ഈ നമ്മുടെ ലൈഫ് പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്. ഇപ്പം ഞാൻ പെർഫെക്റ്റ് ഒരാളായതുകൊണ്ടല്ല ഞാനിവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഇംപെർഫെക്ഷനുകളോട് പൊരുതാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. ഞാൻ ദൈവത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആരുടെയെങ്കിലും പറയുമ്പം എനിക്ക് അവരുടെ ഞാൻ പറയാറില്ല. ഏതെങ്കിലും സമയത്ത് ഇങ്ങനൊരു ചാനലുണ്ടെന്ന് എപ്പോഴേലും പറയേണ്ടി വന്നാൽ ഞാനൊരു 98 ആളുകളും ഇപ്പോൾ ഞാനോടും പറഞ്ഞിട്ടില്ല, പെർസെൻറ്റേജ് പറയാൻ വേണ്ടി പറയണം, 98% ആളുകൾക്കും അത് കണക്റ്റ് ആവാറും ഇല്ല. അവർ പുച്ഛിക്കാറും ഉണ്ട്. അല്ലെങ്കിൽ എന്നെ പേഴ്സണൽ അറിയാമല്ലോ, അപ്പോൾ എനിക്ക് സംസാരിക്കാൻ അറിയാത്തതും എൻ്റെ കുറവുകളും ഒക്കെ അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് നല്ല ഒരാളെയാണല്ലോ ദൈവം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണല്ലോ. ഇതൊരു കോംപ്ലക്സിനോട് പറയുമല്ല, മറിച്ച് അവരുടെ ടിക്ക് ബോക്സുകളിലൊന്നും ചിലപ്പോൾ നിങ്ങൾ ടിക്ക് ആവണം എന്നില്ല. പക്ഷെ കർത്താവ് നിങ്ങളെയാണ് വിളിക്കുന്നതെങ്കിൽ അതിന് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമില്ല. നിങ്ങൾ ഈ 12 പേരെ എടുത്തു നോക്കണം. എന്ത് മാനദണ്ഡത്തിലാണ് കർത്താവ് അവർ വിളിച്ചിട്ടുള്ളത്? ഈ സിംഹാസനത്തിലിരിക്കുന്ന ഈ പത്രോസ് എന്തൊരു കുഴപ്പക്കാരനാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനമില്ല. ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാൽ കുറച്ച് കഴിയുമ്പം ഇത് ശരിയാവില്ല, വേറെ പരിപാടിക്ക് പോകാം എന്ന് പറയുന്ന ഒരാളാണ് സഭയുടെ തലപ്പത്തേക്ക് ഉയർത്തപ്പെട്ടത്. യുദാസിൻ്റെ ഒക്കെ മനസ്സിൻ്റെ കുറവൊക്കെ അറിയായിരുന്നു. യുദാസ് മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ പത്രോസിനെ പോലെ ദൈവം അവനെയും ചേർത്ത് വെച്ചാൽ. പിന്നെ അവൻ്റെ വിധി അതായിരുന്നു, അവനത് തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ മത്തായി ആണെങ്കിലും മറ്റ് ശിഷ്യന്മാരാണെങ്കിലും, യോഹന്നാനൊക്കെ സെൻസിറ്റീവ് ഹ്യൂമൻ ബീയിങ് ആണ്. യോഹന്നാൻ ഹൃദയത്തിൽ ചേർന്ന് അവനൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു യോഹന്നാൻ എന്ന് പറയുന്നത്, ഈശോയുടെ ശിഷ്യനായ യോഹന്നാൻ എന്ന് പറയുന്നത്. കാരണം അങ്ങനെയുള്ളവർ പുരുഷന്മാരിൽ ഇങ്ങനെ ഇമോഷണൽ സൈഡ് കാണിക്കുന്നതുകൊണ്ടാണ് അവനെ ഈശോയുടെ ചങ്കത്ത് ചാരിക്കിടന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതായത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അവനാണെങ്കിൽ ഒരു ഉത്തരവാദിത്വം കിട്ടിക്കഴിഞ്ഞാൽ ആ ഇമോഷൻസ് അവൻ്റെ ശത്രുവായിട്ട് മാറും. ഇമോഷൻസ് അവനെ ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് പിണങ്ങാനും പെട്ടെന്ന് ദേഷ്യം വരാനും പെട്ടെന്ന് വിഷമിക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു യോഹന്നാൻ. ഇങ്ങനെ
ഈശോ തിരഞ്ഞെടുത്തപ്പെട്ട എല്ലാ മനുഷ്യരിലും പോരായ്മകളും കുറവുകളും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് 2 കാര്യമാണ് പറയുന്നത്. ഒന്ന്, ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഫിറ്റാവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. മറ്റൊന്ന്, ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഫിറ്റാക്കാൻ വേണ്ടി മറ്റുള്ള മനുഷ്യന്മാരങ്ങനെ ഫിറ്റാകണമെന്ന് നിങ്ങളും പ്രതീക്ഷിക്കാതിരിക്കുക. ഞാനെപ്പോഴും എൻ്റെ കുറവുകളോട് ഞാൻ കരുണയോടെയാണ് പെരുമാറുന്നത്. അത് ഞാൻ പറയുമ്പോൾ എനിക്ക് കുറവുണ്ട്, കർത്താവ് എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു. അങ്ങനെ കർത്താവിന്, അതായത് ഈ ക്ഷമിച്ചു കിട്ടിയ ഒരു കഥയുണ്ടല്ലോ, ഇവൻ്റെ ഇത് ഇളവ് കൊടുത്ത ഒരു കഥയുണ്ടല്ലോ, അവൻ്റെ കടങ്ങളൊക്കെ രാജാവ് ഇളവ് കൊടുക്കുകയാണ് ഭൃത്യൻ്റെ. പക്ഷെ ഭൃത്യൻ അവന് കടം കൊടുത്തിട്ടുള്ള മനുഷ്യന്മാരുടെ യാതൊരു ഇളവും കാണിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരാം. നമ്മളും മറ്റുള്ളവർ ഇന്ന പോലെയൊക്കെ ആയിരിക്കണം എന്ന് പ്രതീക്ഷിക്കണം. ഒരാളെങ്ങനെയാണോ അയാളെ അങ്ങനെ സ്നേഹിക്കാൻ പഠിക്കുമ്പോഴാണ് നിങ്ങൾ ഈശോയെ പോലെ സ്നേഹിക്കുന്നത്. നിങ്ങൾ ഒരുപാട് റിലീജിയസ് ആകുമ്പോൾ നിങ്ങൾ ഭയങ്കര ജഡ്ജ്മെൻ്റലാവും. റിലീജിയസ് ആകുമ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അവൻ ആഴ്ചയിലൊരിക്കൽ, ഇതെല്ലാം നല്ലതാണ്. പക്ഷെ മനുഷ്യന്മാരെ നിങ്ങൾക്ക് തള്ളിക്കളയാൻ ഒരു സാധ്യതയും ദൈവം ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല. 70 പ്രാവശ്യം തെറ്റ് ചെയ്തവനും ഇനിയും ചാൻസ് ഉണ്ടെന്ന് പറയുന്നവനാണ് നമ്മുടെ ദൈവം. 99നെയും വിട്ട് ഈ 1ൻ്റെ പുറകെ പോയ കർത്താവ്, ഈ 1 എന്ന് പറയുന്നത് മര്യാദയ്ക്ക് 99ൻ്റെ കൂടെ നടന്നാൽ മതിയായിരുന്നില്ലേ? എന്തിനാ ഈ 1 വേറൊരു വഴിക്ക് പോയത്? ആ വേറൊരു വഴിക്ക് പോയി പിടിച്ചുകൊണ്ട് വന്നു. ഇങ്ങനെ ഈ 1 എന്ന് പറയുന്ന ഈ ആടുണ്ടല്ലോ, അത് നമ്മളിൽ പലരുമാണ്. നമ്മൾ ഒരു പ്രാവശ്യം പിടിച്ചുകൊണ്ട് വരും എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ നിന്ന്, നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ പോകും, പിന്നെയും പിടിച്ചുകൊണ്ട് വരും. നമുക്ക് ഉത്ബോധം ഉണ്ടാവണം, ഇതൊക്കെ തെറ്റാണല്ലോ കർത്താവേ എന്നൊരു ഉത്ബോധം ഉണ്ടായിട്ട് നമ്മൾ തിരുത്തുന്ന വരെ നമ്മൾ തെറ്റുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. തളക്ക ദോഷങ്ങളോടൊക്കെ പൊരുതുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെ ജനറ്റിക്കായിട്ട് വന്നിട്ടുള്ള തെറ്റുകൾ, സ്വഭാവത്തിലുള്ള പ്രത്യേകതകൾ, ഇതൊക്കെ തെറ്റിലേക്ക് നയിക്കുന്നെങ്കിൽ വെരി ഡിഫിക്കൽട്ട്. ഒരു അധ്യാപകനെ പോലെ ഓരോ കുഞ്ഞിനെയും ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ ദൈവം നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു ബെറ്റർ ലൈഫിലേക്ക് പോകുന്നത്. നമ്മൾ നല്ലവരായതുകൊണ്ടല്ല. ഈ ലോകത്ത് ആരും നല്ലവരില്ല. പിന്നെ അവരുടെ സാഹചര്യങ്ങളും അവരുടെ ക്യാരക്ടർ ഫോർമേഷനും ഒക്കെ എങ്ങനെയാണ് നടന്നതെന്നനുസരിച്ചിട്ടാണ് അവർ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആകുന്നത്. അപ്പം ഇപ്പോൾ ഒരാൾക്ക് നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളും, ഇപ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെ പറയും നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകൾക്ക്, സ്നേഹിക്കപ്പെട്ട് വളർന്ന ആളുകൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കുറവാണ്. കാരണം അവനത് നല്ല വളമൊക്കെ കിട്ടി വളർന്ന ചെടികൾ തീർച്ചയായിട്ടും ഫലം പുറപ്പെടുവിക്കും. നമ്മളിൽ പലർക്കും വെള്ളവുമില്ല, വളവുമില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ റോങ് ആണ്, നമ്മുടെ സിറ്റുവേഷനുകൾ തന്നെ മോശമായിരുന്നു. സോ നമ്മളെ ദൈവം ക്ഷമയോടുകൂടെ തിരുത്തും. സോ ഐ ആം ഇംപെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്, ദാറ്റ്സ് വൈ ഐ ആം പ്രേയിങ്. നിങ്ങളോട് പറയുന്ന, നിങ്ങളെ തന്നെ വലിച്ച് നീട്ടി ഒരു ഫ്രെയിമിൽ ഫിറ്റാക്കാൻ ശ്രമിക്കരുത്. അക്സെപ്റ്റ് യുവർ സെൽഫ് ആസ് ഇറ്റ് ഈസ്. നിങ്ങളെ തന്നെ സ്നേഹിക്കാനും നിങ്ങളെ തന്നെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കണം. അതിനുവേണ്ടി നിങ്ങളെ സ്നേഹിക്കാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷനുകളിലും ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാനാണ് ഇത്രയൊക്കെ പറഞ്ഞത്. ആ ഒരു ഈശോയുടെ സ്നേഹത്തിന് ഒരിക്കലും മങ്ങൽ വരില്ല. നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് എപ്പോൾ വേണമെങ്കിലും ഓടിക്കയറാവുന്ന ഇടമാണ് ദേവാലയങ്ങൾ, ദൈവസന്നിധി. നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് അവിടെയേ ഒരു അക്സെപ്റ്റൻസ് ഉള്ളൂ. മറ്റു മനുഷ്യന്മാരെ പോലെയല്ല, നമുക്ക് അവിടെയേ ഒരു അക്സെപ്റ്റൻസ് ഉള്ളൂ. നമുക്ക് പലയിടത്തുകളിൽ നിന്നും നമ്മളെ മനസ്സിലാക്കപ്പെടുകയോ, എനിക്ക് പലപ്പോഴും ഞാൻ മടുക്കുന്നുണ്ട്. നിങ്ങൾ കൂടി ഇല്ലായിരുന്നെങ്കിൽ അറിയില്ല ഞാൻ എങ്ങനെയാണ് ഭൂമിയിൽ ജീവിതം സർവൈവ് ചെയ്യുമായിരുന്നത്. എന്നെ കാണുന്ന നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അതിനെ സർവൈവ് ചെയ്യുക, ഈ ലൈഫ് എങ്ങനെ ജീവിക്കും എന്ന് എനിക്ക് ദൈവം എന്നുള്ളൊരു ആ ഒരു ആസ്പെക്റ്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെപ്പോലുള്ള മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുക എന്ന് നമുക്ക് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുമായിട്ടും നിങ്ങൾക്ക് ഞാനുമായിട്ടും കണക്ട് ആവുന്നു, അതിനർത്ഥം നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഏതോ ഒരു വഴിയിൽ ഒറ്റയ്ക്കാണെന്നേ. നമ്മളെ പറഞ്ഞ് തിരുത്തുന്ന മനുഷ്യരുണ്ടാവും, നമ്മളെ മനസ്സിലാക്കാത്ത മനുഷ്യരുണ്ടാകും. ലൈഫിൽ നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷനിലായിരിക്കുന്നേ ഇരിക്കുക. ചില സമയത്തൊക്കെ പെൺകുട്ടികളൊക്കെ വിളിച്ച് പറയുമല്ലേ, ഒരു പ്രണയത്തിൽ അകപ്പെട്ടു, അതിനകത്ത് ശാരീരികമായിട്ടുള്ള വിശുദ്ധി നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ സംഭവിച്ച ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്? പക്ഷേ ഈശോയെ അറിഞ്ഞ ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഒരു ആൺകുട്ടി അവൻ പഠിക്കുന്ന സമയത്ത് ഒന്നും പഠിച്ചില്ല, അവനൊരു ജോലിയിലും എവിടെ എത്തിയില്ല, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പെട്ടു. എന്നിട്ട് അവനൊന്ന് നന്നാവണമെന്നോ അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും ഒന്ന് തിരിച്ചു വരണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അവനെ സ്നേഹത്തോടു കൂടെ ചേർത്ത് നിർത്തി തോളിൽ തട്ടി സാരില്ലടാ, ഇനിയെങ്കിലും നേരെ ചൊവ്വയെല്ലാം പോട്ടെ എന്ന് പറയാൻ, അതായത് ഏറ്റവും താഴെ കിടക്കുന്ന മനുഷ്യന്മാരോട് കരുണ കാണിക്കാനാണ് യേശു ക്രിസ്തു ശ്രമിച്ചിട്ടുള്ളത്. ഈശോയ്ക്ക് അറിയാം ഇവന്മാരൊന്നും ശരിയല്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഈ ശിഷ്യന്മാർക്ക് മനസ്സിലാവണില്ല, അവസാരമില്ല, അവർ പതുക്കെ മനസ്സിലാക്കിക്കൊള്ളും.
അവരുടെ ഹൃദയം നല്ലതായിരുന്നു. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. നമ്മൾ കുറേ മനുഷ്യരെ പറയുമല്ലോ, കുടിക്കുന്ന മദ്യപാനികളായ മനുഷ്യർ, ഒത്തിരി സ്വഭാവത്തിലെ പ്രശ്നങ്ങളുള്ള മനുഷ്യർ. ഈ മനുഷ്യരെല്ലാം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈശോ ഇവരെ ഈ പ്രശ്നങ്ങളുടെ കൂടെ തന്നെയാണ് സ്നേഹിക്കുന്നത്. പക്ഷെ എന്നാൽ ഇവരെല്ലാവരും ക്രൂരരാവണമെന്നില്ല. നിങ്ങളുടെ ഈശോയുടെ കാലത്തുള്ള പോലെ തന്നെയാണ് ഇന്നത്തെ കാലത്തും നീതിമാന്മാരായ മനുഷ്യരുണ്ട്. അതായത് തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്ന, അത്യാവശ്യം നല്ല ഡീസൻ്റായിട്ട് ജീവിക്കുന്ന, അത്യാവശ്യം നല്ല കുഴപ്പങ്ങളിലൊന്നും പെട്ടെന്ന് പോയി ചാടാത്ത, വളരെ ഡീസൻ്റായി ജീവിക്കുന്ന ജെൻറ്റിൽമാന്മാരായ മനുഷ്യരുണ്ട്. പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം, ഞാൻ രണ്ട് മനുഷ്യരോട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ വളരെ നീതിമാനായി ജീവിക്കുന്ന ഒരാളാണെന്ന് കരുതുക, ഒരാൾ കുറച്ച് കുഴപ്പമൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു വലിയ തെറ്റ് പറ്റിയെന്ന് വിചാരിക്കുക. ആ തെറ്റ് പറ്റിയ ഞാൻ ഈ നീതിമാൻ്റെ അടുത്ത മനുഷ്യനോട് പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഇയാൾക്ക് നമ്മളെ കണക്ട് ആവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യന് ഇദ്ദേഹം തെറ്റുകൾ ചെയ്തിട്ടില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ കുറ്റബോധം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പെയിനിനെ കുറിച്ച് അവർക്ക് അറിയില്ല. ഇദ്ദേഹം നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ തഴയപ്പെടുന്നതും വേദനിക്കുന്നതും നമുക്ക് തെറ്റുപറ്റിയെന്നുള്ള ആ ഒരു ബോധ്യമോ നമ്മളുമായിട്ട് അയാൾക്ക് കണക്ട് ആവുന്നില്ല. പക്ഷെ ലൈഫിൽ കുറച്ച് കുറവുകളുള്ള, തെറ്റുകൾ പറ്റിയിട്ടുള്ള മനുഷ്യന്മാർ നമ്മൾ അവിടെ പോയിട്ട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവാണ്, ഇവൻ എന്തുകൊണ്ടൊക്കെ തെറ്റ് പറ്റിയതാണ്, സാരമില്ല, ഇനി മുതൽ ശരിയാകളാ, മനുഷ്യരല്ലേ. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു കരുണയുണ്ടല്ലോ, ഇതാണ് യേശു പറയാൻ ശ്രമിച്ചത്. ഇതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ മറക്കുന്നത്. ഈ കരുണയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ മറക്കുന്നത്. നമ്മൾ കരുണയാണ് സുവിശേഷം. പുതിയ നിയമം മുഴുവനും കരുണയാണ്. ഒന്നും അർഹിച്ചിട്ടൊന്നും അല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ നല്ല ജീവിതം ജീവിക്കുന്നതും നല്ല പൊസിഷനിൽ ഇരിക്കുന്നതും എല്ലാം അനുകൂലമായി വന്നപ്പോൾ അതങ്ങനെയായി. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇതേ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ. ഇപ്പം ഞാൻ തെരുവിൽ ജനിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ദൈവം എന്നെ ഒരു വീട്ടിൽ ജനിപ്പിച്ചത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ തെരുവിലുള്ളവരെ മോശമെന്ന് പറയാൻ എനിക്ക് പറ്റില്ല, കാരണം അവരെ ദൈവം അവിടെ ജനിപ്പിച്ചു, അങ്ങനെ ഒരു ജീവിതം കൊടുത്തു. സോ ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്ത് പുണ്യപ്രവർത്തിയുടെ അല്ലല്ലോ, എല്ലാം കർത്താവ് നമുക്കിങ്ങനെ തരുന്നതല്ലേ. സോ ട്രൈ ടു ലവ് യുവർ സെൽഫ്, അക്സെപ്റ്റ് യുവർ സെൽഫ് എന്ന് വിചാരിച്ച് തെറ്റുകൾ ആവർത്തിക്കണമെന്നല്ല. തെറ്റ് ചെയ്യരുത് എന്ന് തന്നെയാണ്. പക്ഷെ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കാൻ എന്തുമാത്രം നീ ശ്രമിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ദൈവം നിന്നോട് ചോദിക്കും. തെറ്റ് ചെയ്യാതിരിക്കാൻ നീ എന്തുമാത്രം ശ്രമിച്ചു, ആ ശ്രമത്തിനും കൂടെ നോക്കിയിട്ടാണ് കർത്താവ് മാർക്കിടുക. അതുകൊണ്ട് തെറ്റ് ചെയ്ത മനുഷ്യരോട് നമുക്ക് കരുണ കാണിക്കാൻ പറ്റണം. അക്സെപ്റ്റ് ദം, അവരെ നമ്മൾ സ്വീകരിക്കണം. ചില മനുഷ്യന്മാരെ നമ്മൾ വല്ലാണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങളൊരു വിവേകം സൂക്ഷിക്കണം. ഏതൊരു കുറവുള്ള മനുഷ്യനെ സ്നേഹിച്ചാലും നിങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടാകും, നിങ്ങൾക്ക് വേദന ഉണ്ടാകും, നിങ്ങൾക്ക് അത് ഒരു ലിമിറ്റ് വരെ ഉണ്ട്. പക്ഷെ നിങ്ങളെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലൊന്നും നിങ്ങളൊരു തെറ്റ് ചെയ്യുന്ന ആളുടെ കൂടെ നടക്കൊന്നും വേണ്ട. മറിച്ച് അതായത് ഇപ്പം അവൻ മോശമാണ്, പക്ഷെ എന്നാലും ഞാൻ അവൻ്റെ കൂടെ നടക്കുന്നു, എന്നിട്ട് നിങ്ങളൊരു കുഴപ്പത്തിൽ പോകണമെന്നൊന്നുമല്ല. അവനോട് നമുക്ക് വേണ്ടത് ഒരു അക്സെപ്റ്റൻസ് ആണ്. അവൻ്റെ പോരായ്മകളിലും കുറവുകളിലും അവനെ സ്നേഹിച്ചുകൊണ്ട് തിരുത്താൻ ശ്രമിക്കുന്ന ഒരു മനോഭാവമാണ്. ഈശോയിലെ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ വാരത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കരുണയെക്കുറിച്ച് ധ്യാനിക്കുക എന്നാണ്. കരുണ എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവാണ്. മക്കളിലെ പോലും നമുക്ക് ഒരു കണ്ടീഷൻഡ് ആവുന്ന ഒരു സ്നേഹം നമുക്ക് തോന്നുന്ന സമയത്ത്, നീ എങ്ങനെയാണെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ജയിച്ചവനാണെങ്കിലും തോറ്റവനാണെങ്കിലും കുറവുള്ളവനാണെങ്കിലും വീണുപോയവനാണെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കാരണം എൻ്റെ ദൈവം എന്നെ അങ്ങനെയാണ് സ്നേഹിച്ചിട്ടുള്ളത്. എൻ്റെ ദൈവം എന്നെ അൺകണ്ടീഷണൽ ആയിട്ടാണ് സ്നേഹിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബന്ധങ്ങളോട്, ജീവിത പങ്കാളിയോട്, നമുക്കുള്ളതിനോട്, നമുക്കില്ലാത്തതിനോട്, എല്ലാത്തിനോടും ഒരു സ്നേഹത്തിൻ്റെ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ഭാവത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വിശുദ്ധ വാരത്തിൽ ഈശോയുടെ ഹൃദയത്തിലെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുക. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിലും കരുണ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങൾക്ക് കരുണ ലഭിക്കാനും നിങ്ങൾക്ക് കരുണ കൊടുക്കാനും പറ്റുന്നവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.